സാർ, ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പാകിസ്ഥാൻ വല്ലാതെ ഭയന്നിട്ടുണ്ട് ഇന്ത്യയെ. ഇത് ഒന്നുകൂടെ വ്യക്തമാക്കുകയാണ്. പാകിസ്ഥാൻ അമേരിക്കയോട് ആവശ്യപ്പെടുകയാണ്. ആവശ്യപ്പെടുക എന്നല്ല, യാചിക്കുക എന്നൊരു വാക്കാണ് അവിടെ ഉപയോഗിക്കേണ്ടതെന്ന് തോന്നുന്നു. ഒരു 80ഓളം ജെറ്റുകൾ, 400ഓളം മിസൈലുകൾ, അങ്ങനെയുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, ഇത്തരത്തിൽ ആയുധങ്ങളൊക്കെ കൂടുതൽ പാകിസ്ഥാന് നൽകണം എന്നാണ് പാകിസ്ഥാൻ അമേരിക്കയോട് യാചിക്കുന്നത്. എന്താണ് പാകിസ്ഥാന്റെ പുതിയ നീക്കം? പാകിസ്ഥാന്റെ ഈ അപേക്ഷയെ അല്ലെങ്കിൽ ഈ യാചനയെ അമേരിക്ക എത്രത്തോളം സ്വീകരിക്കാനാണ് സാധ്യത? നീ ഇത് പറഞ്ഞതുപോലെ ഒരു 13 അംഗ സംഘം അമേരിക്കയെ സന്ദർശിക്കാൻ പോവുകയാണ്. അല്ലെങ്കിൽ ഇത്തരത്തിൽ സിന്ധൂറിന് ശേഷം ഭയന്നിട്ടുണ്ട്. അപ്പം അമേരിക്ക രക്ഷിക്കണേ എന്നൊക്കെ ഒരു ഈ ട്രംപ് അല്ലെങ്കിൽ അമേരിക്ക പാകിസ്ഥാനിൽ ഉള്ള ബന്ധം അല്ലെങ്കിൽ നേരത്തെ പല മിലിറ്ററി ഇന്റലിജൻ അല്ലെങ്കിൽ അതിനെപ്പറ്റി സംസാരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഈ യുദ്ധത്തെ പറ്റിയും അല്ലെങ്കിൽ ഇത്തരത്തിൽ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ പറ്റിയൊക്കെ സംസാരിക്കുന്ന സ്പെഷ്യലിസ്റ്റുകൾ, യുദ്ധ സ്പെഷ്യലിസ്റ്റുകളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടുത്തെ ആണവായുധത്തിന്റെ കാവൽക്കാരൻ അമേരിക്കക്കാരനാണ്, അല്ലെങ്കിൽ അവിടുത്തെ നമ്മൾ നശിപ്പിക്കപ്പെട്ട പ്രധാനപ്പെട്ട പല വ്യോമത്താവളങ്ങളും ഒരുപക്ഷെ അമേരിക്കയുടെ കയ്യിലാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാർത്തകളാണ്. അപ്പോൾ അതിനകത്തൊരു വ്യക്തത വരുന്ന രീതിയിലേക്കാണ് ഏറ്റവും അവസാനം ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ അമേരിക്കയെ ആശ്രയിക്കുന്ന ഒരു പാകിസ്ഥാൻ അല്ലെങ്കിൽ അമേരിക്കയെ സുഖിപ്പിക്കുന്ന ഒരു പാകിസ്ഥാൻ, യുദ്ധം നിർത്തുന്നതിനകത്ത് കാരണക്കാരനായിട്ടുള്ളത് ട്രംപ് ആണെന്ന് ഉറക്കെ വിളിച്ച് പാകിസ്ഥാനെ കൊണ്ട് പറയിക്കുന്നത് പോലെ, അല്ലെങ്കിൽ പാകിസ്ഥാൻ പറയുന്നു, ട്രംപിനെ സുഖിപ്പിക്കുന്നു. അത്തരത്തിൽ ട്രംപിനെ സുഖിപ്പിച്ചിട്ട് എന്തെങ്കിലും ഒരു കാര്യം ഒക്കെ നേടിയെടുക്കുന്നതിന് വേണ്ടി ഉള്ള ഒരു ശ്രമമാണോ, അത് എത്തരത്തിൽ വർക്കൗട്ട് ആകും, എത്തരത്തിൽ ആ കാര്യത്തിന് അമേരിക്ക നിന്ന് കൊടുക്കും എന്നൊന്നും നമുക്കറിയത്തില്ല. ഏതായാലും ആ പോകുന്നതിനകത്ത് പ്രധാനപ്പെട്ട കക്ഷിയായിട്ടുള്ള ഈ മുസാദിഖ് മാലിക്, അതായത് ഫെഡറൽ മിനിസ്റ്റർ ആണ്. ഫെഡറൽ മിനിസ്റ്റർ എന്ന് പറഞ്ഞാൽ അധികാരങ്ങൾ കൂടുതലുള്ള വലിയ ഈ അവരുടെ മന്ത്രിസഭയ്ക്കകത്ത് അധികാരങ്ങൾ കൂടുതലുള്ള അല്ലെങ്കിൽ വലിയൊരു പൊസിഷനാണ്. അദ്ദേഹം ഉൾപ്പെടെയുള്ളവരാണ്. അദ്ദേഹം ഉൾപ്പെടെയുള്ളവർ ഒരു കാര്യം പറഞ്ഞത് വളരെ ഭയാനകമായിട്ട് ഉള്ള രീതിയിലേക്കാണ് പറഞ്ഞത്. അതായത് ഈ യുദ്ധ സമയത്ത് ഞങ്ങളുടെ പ്രതിരോധ സംവിധാനം, ഒരു പക്ഷേ ഞങ്ങൾ ഉപയോഗിച്ചിരുന്ന വിമാനങ്ങൾ, ഞങ്ങൾ ഉപയോഗിച്ചിരുന്ന മിസൈലുകൾ, ഇതൊക്കെ പരാജയമായിരുന്നു. ഞങ്ങൾ ഉപയോഗിച്ചിരുന്ന പ്രതിരോധ സംവിധാനങ്ങൾ ഈ പറയുന്നത് പോലെ ചൈനയുടേതായിരുന്നില്ല. HQ-16, HQ-9B എന്നൊക്കെയുള്ള പ്രതിരോധ സംവിധാനങ്ങളാണ്. അപ്പം ഇതിനെയൊക്കെ പരാജയപ്പെടുത്തി ഭയാനകമാകുന്ന രീതിയിൽ ഈ പറയുന്നത് പോലെ 80 വിമാനങ്ങളിലായിട്ട് ഏതാണ്ട് 400 മിസൈലുമായിട്ട് ഞങ്ങളെ ആക്രമിക്കാൻ വന്ന ഒരു ഇന്ത്യ, ആ ഇന്ത്യയുടെ മുമ്പിൽ ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കാത്ത ഒരു അവസ്ഥയായിപ്പോയി. അവരാവശ്യത്തിന് മിസൈലുകൾ ഇട്ടതിന് ശേഷം ഞങ്ങളുടെ എല്ലാം തകർത്തിട്ട് തിരിച്ചു കയറി പോകുന്ന ഒരവസ്ഥ. ഇത് വളരെ വ്യക്തത വരുത്തി പറയുക. ഇത് മാധ്യമങ്ങളിൽ വരുന്ന വാർത്തയാണ് ഞാൻ ഈ പറയുന്നത്, അല്ലാതെ ഒരു കഥയല്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ പറയത്തില്ലേ, ചിലതൊക്കെ കണ്ട് പേടിക്കുക എന്ന് പറയത്തില്ലേ, പേടിച്ച് അപ്പൊ ഭയന്ന് വരച്ചു. അപ്പൊ ഞങ്ങൾക്ക് രക്ഷിക്കണം, ഞങ്ങൾ ഇതുവരെ ആശ്രയിച്ചിരുന്നത് ചൈനയാണ്, ചൈനയുടെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് തകരാറുണ്ടെന്ന് അവർ തന്നെ വ്യക്തത വരുത്തുന്നു. ഇന്ത്യയുടെ ബ്രഹ്മോസ് ഉൾപ്പെടെയുള്ളതിനെ തടയുന്നതിന് കഴിയുന്നില്ല ഞങ്ങളുടെ പ്രതിരോധ സംവിധാനം എന്നവർ ഉറക്കെ പറയുന്നു. അതേ രീതിയിലേക്ക്, അല്ലെങ്കിൽ ഇവിടെ ഞങ്ങൾ ഉപയോഗിച്ചിരുന്ന സിസ്റ്റം, അല്ലെങ്കിൽ ഞങ്ങളുടെ കയ്യിലിരുന്ന മിസൈലുകൾ, ഞങ്ങളുടെ കയ്യിലിരുന്ന ഡ്രോണുകൾ, ഞങ്ങളുടെ പ്രതിരോധ സംവിധാനങ്ങൾ, ഇതിന് ഒന്നും പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് ഉതകുന്ന രീതിയിലുള്ള ആയുധങ്ങൾ തന്ന് ഞങ്ങളുടെ രാജ്യത്തിന്റെ പ്രതിരോധ സംവിധാനത്തെ കാത്തു സൂക്ഷിച്ചു കൊള്ളണം എന്നുള്ള രീതിയിലേക്ക് ഒരു അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു വ്യക്തത വരുത്തി പറയുന്ന, അല്ലെങ്കിൽ ആ കാര്യങ്ങൾ സംസാരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വിദഗ്ധ സമിതി, അത് 13 അംഗ വിദഗ്ധ സമിതി അമേരിക്ക സന്ദർശിച്ച് അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പോയിരിക്കുന്നു അല്ലെങ്കിൽ തയ്യാറെടുത്തിരിക്കുന്നു എന്നുള്ള രീതിയിലേക്കുള്ള വാർത്തകളാണ് വരുന്നത്. അതായത് ബ്രഹ്മോസ് 19 എണ്ണമാണ് അവിടെ നമ്മൾ പ്രയോഗിച്ചത്. ഒരു ബ്രഹ്മോസിന് ഏതാണ്ട് 30 കോടി രൂപ വില വരും. എന്നാലും ആ ബ്രഹ്മോസ് പ്രധാനമായിട്ടും നമ്മൾ മിലിറ്ററി ബേസുകൾ, വ്യോമത്താവളങ്ങൾ ഒക്കെ ലക്ഷ്യം വെച്ചാണ് പോയത്. അതായത് ഈ ബ്രഹ്മോസ് വീണടത്ത് ആ പ്രദേശം മൊത്തം നശിച്ചു പോകുന്ന ഒരവസ്ഥ, അതായത് അല്ലെങ്കിൽ ഒന്നുമില്ലാത്ത ഒരവസ്ഥ. അതുപോലെ കരിക്കൻ ഹിൽസിൽ വാതിക്കൽ ബ്രഹ്മോസ് അടിച്ചായിട്ട് പറയുന്നില്ലേ,
അവിടൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭീകരമാണ്. ഇവര് ഈ ലോകത്ത് ബ്രഹ്മോസ് മിസൈലിന്റെ പ്രഹരശേഷി ഒരുപക്ഷെ നമ്മൾ ഈ പറയുന്ന പോലെ നമ്മൾ പറയുമ്പോൾ ഇതിന് ഒപ്പമുള്ള മിസൈലുകൾ ഞങ്ങളുടെ കയ്യിൽ നിന്ന് അമേരിക്കയും, അല്ലെങ്കിൽ ഇതിനോടൊപ്പമുള്ള മിസൈലുകൾ ഞങ്ങളുടെ കയ്യിൽ നിന്ന് ചൈനയും, അല്ലെങ്കിൽ ഇതിനെ മറികടക്കുന്ന റഷ്യയുടെ കയ്യിലുണ്ടെന്നൊക്കെ പറയും. റഷ്യയും നമ്മളും കൂടെയുള്ള സാങ്കേതിക വിദ്യയാണല്ലോ ബ്രഹ്മോസ്. അതിന്റെ അടുത്ത വെർഷൻ റഷ്യയുമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഈ ബ്രഹ്മോസ് എന്ന് പറയുന്ന മിസൈല് ഭീകരമാണ്, അല്ലെങ്കിൽ അതിന്റെ വേഗത ഭയങ്കരമാണ്, അല്ലെങ്കിൽ പ്രഹരശേഷി ഭയങ്കരമാണ്, അതിന്റെ ആക്യുറസി ഭയങ്കരമാണ് എന്നുള്ള രീതിയിലേക്കൊക്കെ നമ്മൾ പറയുമ്പോൾ പല രാജ്യങ്ങളും വിശ്വസിച്ച് നമ്മളെ മേടിച്ചു. പക്ഷേ അതൊന്നും, അല്ലെങ്കിൽ അത് അങ്ങനെയാണ്, അതിന്റെ പരീക്ഷണത്തിൽ ഉള്ള കാര്യങ്ങൾ ഒരുപക്ഷെ വിൽപ്പനയ്ക്ക് വേണ്ടി പറയുന്നതാണെന്ന് കണ്ട് അത്ര അങ്ങോട്ട് വിശ്വസിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് കഴിഞ്ഞപ്പോഴത്തേന് ഇവര് പറയുന്നു 19 ബ്രഹ്മോസ് പ്രയോഗിച്ചെന്ന് നമ്മൾ പറയുമ്പോൾ ബ്രഹ്മോസ് വീണിടത്തെ, അല്ലെങ്കിൽ അതിന്റെ ഒരു ആക്യുറസി, അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രകടശേഷി, അതിന്റെ ഒരു വേഗത ഒക്കെ ലോകം മനസ്സിലാക്കിയിട്ട് ഈ ബ്രഹ്മോസിനെ ഭയന്നിരിക്കുന്നു. വെളിയിൽ പറയുന്നില്ലെങ്കിലും നമ്മുടെ അമേരിക്ക ഉൾപ്പെടെ ഉള്ളത്. ഇപ്പൊ ലോകത്തിന്റെ നെറുകയിലേക്ക് ബ്രഹ്മോസ് 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 എന്ന് പറയുമ്പോൾ പാകിസ്ഥാൻ വിറയ്ക്കും. നമ്മുടെ രാജ്നാഥ് സിംഗ് പറഞ്ഞ പോലെ പാകിസ്ഥാനോട് ചോദിച്ചാൽ മതി ബ്രഹ്മോസിന്റെ ഗുണം എങ്ങനെ ഉണ്ടെന്ന്, അവര് പറഞ്ഞു തരും. ബ്രഹ്മോസ് എങ്ങനെ ഉണ്ടെന്ന് പാകിസ്ഥാൻ ചോദിച്ചാൽ പറഞ്ഞു. അപ്പം അതാണ് ഞാൻ പറഞ്ഞു വന്നത്. നമ്മൾ ഉപയോഗിച്ച ആകാശ് മിസൈലുകൾ, അല്ലെങ്കിൽ ബ്രഹ്മോസ്, നമ്മുടെ പ്രതിരോധ സംവിധാനങ്ങൾ, നമ്മളുടെ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇതെല്ലാം ഇതിനെയൊക്കെ കണ്ട് ഭയന്നു. ഇതെല്ലാം, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു രാജ്യവുമായിട്ട് ഇനിയും ചൈനയുടെയോ തുർക്കിയുടെയോ അല്ലെ മറ്റു രാജ്യങ്ങളുടെയോ ആയുധങ്ങൾ ഉപയോഗിച്ച് ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല. അപ്പൊ ഞങ്ങളുടെ എല്ലാം തകർന്നു, എല്ലാം റീസെറ്റ് ചെയ്യണം, പ്രതിരോധ സംവിധാനം റീസെറ്റ് ചെയ്യണം, ഞങ്ങൾക്ക് മിസൈലുകൾ വേണം, ഞങ്ങൾക്ക് അല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങൾ വേണം, അപ്പൊ അതിനുവേണ്ടി ഞങ്ങളെ സഹായിക്കണം എന്നുള്ള രീതിയിലേക്കാണ് ഈ 13 സംഘം അത് സംസാരിക്കുന്നതിന് വേണ്ടിയാണ്. അതായത് പുതിയതായിട്ട് ഒരു പ്രതിരോധ സംവിധാനം ഒരുക്കിയെടുക്കുന്നതിന് അമേരിക്കയുടെ സഹായം വേണം. ഇതുവരെ വിശ്വസിച്ചിരുന്നവർ ഞങ്ങളെ ചതിച്ചു, അവരുടെ ആയുധങ്ങൾ ഞങ്ങളെ വേണ്ട രീതി പ്രയോജനം ചെയ്തില്ല, ഒന്നിനെയും തടുക്കാൻ സാധിച്ചില്ല. അവർ ആവശ്യത്തിന് 80 വിമാനത്തിൽ 400ഓളം മിസൈലുകൾ കൊണ്ട് വന്ന് ഞങ്ങളുടെ എല്ലാ സ്ഥലങ്ങളും നശിപ്പിച്ചതിന് ശേഷം ബാക്കിയുള്ള മിസൈലുമായി തിരിച്ചുപോയ ഒരു ഇന്ത്യയാണ്. ആ ഇന്ത്യ ഇനി ഓർക്കാൻ കഴിയത്തില്ല. ആ ഇന്ത്യയോട് പിടിച്ചു നിൽക്കാൻ ഇപ്പം ഞങ്ങളുടെ ഉള്ള സംവിധാനങ്ങൾ പോരാ, അല്ലെങ്കിൽ അത് പ്രാപ്തമല്ല, അല്ലെങ്കിൽ അതിനെയൊക്കെ മറികടക്കുന്നു ഇന്ത്യ. അതുകൊണ്ട് ഇന്ത്യ ഇനിയും ആക്രമിക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഇനിയും ആക്രമിച്ചാൽ അവരോട് പിടിച്ചു നിൽക്കാൻ പറ്റിയുള്ള ആയുധങ്ങൾ വേണമെന്ന് പറഞ്ഞ് അമേരിക്കയെ സമീപിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ, അല്ലെങ്കിൽ പ്രാഗിസ്ഥാൻ പ്രതിനിധി സംഘം എന്നാണ് പുതിയ വാർത്തകളിൽ നമുക്ക് മനസ്സിലാവുന്നത്. യെസ്, അതാണ് ഇന്ത്യയോട് പിടിച്ചു നിൽക്കാൻ ഒരു വിധത്തിലും പാകിസ്ഥാന് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂറിലൂടെ നൽകിയ കനത്ത തിരിച്ചടി പാകിസ്ഥാന് എതിർത്ത് കഴിയുന്നതിനും അപ്പുറമായിരുന്നു. അമേരിക്കയോട് സഹായം തേടി, അമേരിക്കയോട് യാചനയുമായി പ്രശാന്ത് സാർ സൂചിപ്പിച്ചതുപോലെ 13 സംഘം പാകിസ്ഥാനിൽ നിന്നും അമേരിക്കയിലേക്ക് പോകുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. വ്യക്തമാണ്. താങ്ക് യു സർ.